ബിജു രാധാകൃഷ്ണൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധിച്ചു. ബാനറുകളും പ്ലക്കാർഡുകളും ഏന്തിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിക്കുന്നത്. വിവരങ്ങളുമായി നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം എങ്ങനെയാണ്? ടോമി, സഭ ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്ലക്കാർഡുകളും ബാനറുകളും വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലേക്ക് എത്തിയത്. തന്നെ സ്പീക്കർ സഭാതലത്തിലേക്ക് എത്തിയപ്പോഴും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 5.5 കോടി കോഴ വാങ്ങിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ബിജു രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നും, ഒപ്പം സോളാർ കമ്മീഷന് മുന്നിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജി വെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് ആദ്യ നിമിഷം മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ചോദ്യോത്തര വേളയിൽ ഉടനീളം ഇതുവരെയുള്ള സമയങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായാണ് സഭയിൽ ഇരിക്കുന്നത്. നേരത്തെ മന്ത്രി കെ ബാബുവിനെതിരെ ബാർകോഡ് ആരോപണത്തിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിലും മൂർച്ചയേറിയ പ്രതിഷേധമായിരിക്കും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടാവുക എന്നത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള സൂചനയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ, ഇന്ന് സഭ ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന പ്രതിഷേധത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്തായാലും വരും നിമിഷങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാകുമെന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ എത്തിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സഭാതലത്തിൽ നടത്തുന്നത്. ജിതിൻ, സ്പീക്കർ ആവർത്തിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യോത്തരവേളയിൽ അല്പമെങ്കിലും പ്രതിപക്ഷം ശാന്തമായിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇനി കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ സഭയ്ക്ക് പുറത്തേക്കും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഉറപ്പാണ്. ഒരുപക്ഷെ ഇന്ന് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നതും ഈ വിഷയം തന്നെ ആയിരിക്കുമെന്നതും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ശൂന്യവേളയിൽ ശക്തമായ പ്രതിഷേധം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാവുന്ന രീതിയിൽ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന പ്രതിഷേധം എന്നത് വളരെ വ്യക്തമാണ്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണം അത്രത്തോളം ഗുരുതരമാണ് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഒപ്പം സഭാതലത്തിലെ പ്രതിഷേധത്തിന് പുറമെ സഭയ്ക്ക് പുറത്തും ഈ വിഷയത്തിൽ പ്രതിപക്ഷം നിലപാട് ശക്തമാക്കും. ശക്തമായ പ്രതിഷേധം സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷം ആരംഭിക്കും എന്നതും വളരെ വ്യക്തമാണ്. അത് എപ്പോൾ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഒരു പക്ഷേ ഇന്ന് സഭ പ്രക്ഷുബ്ധമായി പിരിയുകയാണെങ്കിൽ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്ന് തന്നെ ഉണ്ടായേക്കാം എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും സഭാതലത്തിൽ ഇതിന്റെ വ്യക്തമായ സാക്ഷ്യം തന്നെയാണ് ഇപ്പോൾ സഭാതലത്തിൽ നമ്മൾ കാണുന്നത്. ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ, സഭാ നടപടികൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യ നിമിഷം മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നു. തുടർന്ന് സ്പീക്കർ പ്രതിപക്ഷത്തെ ശാന്തരാക്കാൻ കിണഞ്ഞു ശ്രമിച്ച ശേഷം മാത്രമാണ് പ്രതിപക്ഷം അല്പമെങ്കിലും ശാന്തരായതും ചോദ്യോത്തരവേളയിൽ സഹകരിക്കാൻ തയ്യാറായതും.